ഹായ്, നമുക്കിന്ന് സൂത്രവാക്യം സിനിമയെ കുറിച്ച് പറഞ്ഞാലോ. സൂത്രവാക്യം നമ്മുടെ ഷാംടൈൻ ചാക്കോ, വിൻസി ഇവരൊക്കെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് സൂത്രവാക്യം. അപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട്, ഈ സിനിമയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമ വളരെ ഒരു രസകരമായിട്ട് എടുത്തുള്ള ഒരു പടമാണ്. അതിൽ കുറച്ച് ക്രൈം ത്രില്ലർ ഉണ്ട്, അതേപോലെ കുറച്ച് റൊമാൻസും കുറച്ച് രീതിയിലുള്ള കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവി തന്നെയാണ് സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമ. ഇതിലെ കഥ കഥ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും രസം എന്ന് പറയുന്നത്. ഷാംടൈൻ ചാക്കോ ഒരു പോലീസ് ഓഫീസറാണ്. അത് നമ്മുടെ പാലക്കാട് മനമേക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് ഓഫീസറാണ്. അവിടുത്തെ SHO കൂടിയാണ് നമ്മുടെ ഷാംടൈൻ ചാക്കോ. അദ്ദേഹം പോലീസ് ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ അവിടെ ട്യൂഷന് പഠിക്കുന്ന കുറച്ച് പിള്ളേരുടെ രണ്ടാൾക്കാരാണ് അഖിലും ആര്യയും. അവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അവിടെ നടക്കുന്ന ഒരു ക്രൈമും എല്ലാം കൂടിയാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതില് ഒരു ക്രൈം നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ അഖില് ആര്യ ഇവരുടെ രണ്ടുപേരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് അഖിലിന് നമ്മുടെ ആര്യയോട് കുറച്ച് പ്രണയമുണ്ട്. പക്ഷെ ഈ ആര്യക്ക് ഒരു ചേട്ടനുണ്ട്, വിവേക് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന് നമ്മുടെ ആര്യയെ തീരെ ഇഷ്ടമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആര്യ ഉണ്ടാവുന്നത്, അതായത് ഇവന്റെ പെങ്ങൾ ഉണ്ടാവുന്നത്. അതിനുശേഷം പല കുത്തുവാക്കുകളും അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ കളിയാക്കലും എല്ലാം കേട്ടതിന് ശേഷം ഇവനക്ക് അതിനോട് ആ പെൺകുച്ചിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിന്റെ പേരില് ഒരുപാട് വട്ടം ഈ കൊച്ചിനെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ആര്യനെ വിവേക് അടിക്കുകയാണ്. അടിയൊക്കെ കൊണ്ട് ഇവള് നേരെ നമ്മുടെ അവളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറെ അടുത്ത് പോവുകയാണ്. ടീച്ചറുടെ പേര് വിൻസിയാണ്. വിൻസി അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിൻസി നേരെ പോയി നമ്മുടെ ഷാംടൈൻ ചാക്കോനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ആര്യ എന്ന് പറയുന്ന കൊച്ചിന്റെ ചേട്ടൻ ഇവളിങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് പറയുന്നു. അങ്ങനെ നമ്മുടെ വിവേകിനെ സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് രണ്ട് പേട പൊട്ടിച്ച് വിടുന്നുണ്ട്. ആ ഒരു ദേഷ്യം എല്ലാം കൂടി നമ്മുടെ വിവേകിന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ക്രിസ്മസ് ദിവസം വരുന്നത്. ക്രിസ്മസ് ദിവസം സ്റ്റേഷനിലാണ് നമ്മുടെ പിള്ളേരൊക്കെ ട്യൂഷൻ വരുന്നത്. അവിടെയൊക്കെ ഭയങ്കര ആഘോഷം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു ദിവസം ആ ഒരു ക്രിസ്മസ് ദിവസത്തിന്റെ അന്ന് കുറച്ച് ആൾക്കാർ കള്ളു കുടിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരു വണ്ടിയുടെ അലാറം അടിക്കുന്ന സൗണ്ടും പിന്നെ അതുപോലെ ഒരു ആള് പോകുന്ന സൗണ്ടും കാണുന്നുണ്ട്. പക്ഷെ അത് അത്രയും ഒരു കാര്യമാക്കി എടുക്കുന്നില്ല. ആ ഒരു സംഭവം തന്നെ അവിടെ വേറൊരു കേസ് നടക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു അമ്പലത്തിന്റെ അടുത്തൊരു കിണറുണ്ട്. ആ കിണറ്റിൽ കുറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലും ഒരു കേസ് നടക്കുന്നുണ്ട്. കാരണം സ്റ്റേഷനാണല്ലോ, സ്റ്റേഷനിൽ ഈ ഒരു സ്കൂൾ മറ്റേ ട്യൂഷൻ മാത്രമല്ല കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവര് ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആഘോഷിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതും എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇവളുടെ ഒരു ബർത്ത്ഡേ വരെയാണ്, ആര്യയുടെ ബർത്ത്ഡേ വരെയാണ്. ആ ഒരു ബർത്ത്ഡേ സമയത്ത് അഖില് ആര്യക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കിണറിന്റെ തൊട്ടടുത്തുള്ള ഒരു റൂമുണ്ട്, അവിടെ വെച്ചിട്ടാണ് സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഇവർ ആ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ആഘോഷിച്ചിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഈ ആര്യയുടെ ചേട്ടൻ വരുന്നതാണ് വിവേക്. വിവേക് എന്തോ ഒരു സാധനം ഇടാൻ വേണ്ടി വരുന്നതാണ്, എന്തൊരു വേസ്റ്റ് ഇടാൻ വേണ്ടി വരുന്നതാണ്. അത് പിന്നീടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഇവരെ കാണുന്നു. ഇവർ രണ്ടുപേരെയും വിവേകിനെയും ആര്യനെയും നമ്മുടെ അഖിലിനെയും അടിച്ച് എന്താ പറയാ അടിച്ച് താറുമാറാക്കുന്നുണ്ട് നമ്മുടെ വിവേക്. അതിനുശേഷം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അഖിലും ആര്യയും ട്യൂഷന് വരാതിരിക്കുമ്പോഴാണ് അന്വേഷിക്കുന്നത്, എന്താണ് സംഭവം എന്നുള്ളത് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ആര്യയെ വിവേകിനെ തല്ലിയിട്ടാണ് വരാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കേസ് ഇവൻ കാര്യമായിട്ട് തന്നെ എടുക്കുകയാണ് നമ്മുടെ ഷാംടൈൻ ചാക്കോ. അങ്ങനെ ആ കേസൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ സ്കൂളിൽ, അതായത് നമ്മുടെ വിൻസി പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു എക്സിബിഷൻ വരുന്നുണ്ട്. ആ എക്സിബിഷൻ വെച്ചിട്ട് നമ്മുടെ ഷാംടൈൻ ചാക്കോ ഒരു പ്രൊഡക്റ്റ് കാണുന്നുണ്ട്. ഒരു ഹൃദയത്തിന്റെ ഉള്ളിലൊക്കെ വെക്കുന്ന ഒരു ചിപ്പ് പോലത്തെ സാധനം കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു സാധനം ആ പയ്യനോട് കൊണ്ടുവരാൻ പറയുന്നത്. ആ സാധനത്തിനെ കുറിച്ചിട്ടുള്ള ഫോറൻസിക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോഴാണ് അത് ഒരാളുടെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ഇന്ന ആളാണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പെങ്കൊച്ച് സ്കൂട്ടിൽ വരുന്ന സമയത്ത് ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പോലീസ് പിടിക്കുന്നുണ്ട്. ആ പെങ്കൊച്ചിൻ്റെതായിരുന്നു ഈ ഒരു ചിപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ചിപ്പുമായിട്ട് അന്വേഷിച്ച് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ പെങ്കൊച്ച് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അയാളുടെ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പൊ അയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ പെങ്കൊച്ച് മരിച്ചു പോയിട്ടുള്ളത്, അപ്പൊ നിങ്ങളെ മോളെയും മരുമോളെയും വിളിച്ചു വരുത്തണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. അവിടെ തിരിച്ചു വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ മരിച്ച പെൺകുട്ടിക്ക് ഈ നമ്മുടെ മാസ്റ്ററിന്റെ മകള് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പേരിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് നമ്മുടെ വിവേക് വന്നിട്ട് ആ പെൺകൊച്ചിനോട് അടി അടിക്കുന്ന സമയത്താണ് ഈ പെൺകൊച്ചി മരിച്ചു പോകുന്നത്. അങ്ങനെ ആ പെൺകൊച്ചി അവിടെ വെച്ച് മരിച്ചു പോയ സമയത്ത് ഈ മാസ്റ്ററുടെ മരുമോള് ഈ മറ്റേ ബ്യൂട്ടീഷ്യൻ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ കുറച്ച് ആസിഡ് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അതിനെ കൊല്ലുകയാണ്. അതായത്
കത്തിക്കുന്നുണ്ടായി. അങ്ങനെ കത്തിച്ചതിന് ശേഷം ഈ വിവേകിന് ഒരു കവറിലാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കിണറിന്റെ ഈ വേസ്റ്റ് എന്ന കിണറിന്റെ അവിടെ വരുന്നത്. അങ്ങനെ ആ ഒരു സംഭവം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ വിവേക് എവിടെ എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ചോദ്യം. കാരണം ആ ഒരു സംഭവത്തിന് ശേഷം വിവേകിനെ പിന്നെ ആരും അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വിവേക് എവിടെ എന്നുള്ളതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ആര്യനെ അടിച്ച ആ ഒരു സംഭവത്തിന് അഖിലിന് ഭയങ്കരമായിട്ട് വിവേകിനോട് ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ അച്ഛൻ നമ്മളെ ഈ പന്നീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കെണി വെക്കുന്നുണ്ട്. ആ ഒരു കെണിയിൽ കാല് എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ കട്ടായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഒരു ദിവസം ഈ അടി കിട്ടിയ ആ ഒരു സ്ഥലത്ത് ഇവൻ ഈ ഒരു കെണി വെക്കുന്നുണ്ട്. കറക്റ്റായിട്ട് വിവേക് ആ കെണിയിൽ വീഴുകയും ആ കെണിയിൽ നിന്നും നേരെ കിണറ്റിലോട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അഖിലിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്, രാത്രി ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിലിടക്ക് ഈ ഒരു അതായത് ഈ കിണർ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാസ്റ്റർ വരുന്നുണ്ട്. ആ മാസ്റ്ററിന്റെ സഹായമായിട്ട് നമ്മുടെ ഷെൻട്രി ചാക്ക തന്നെയാണ് നിൽക്കുന്നത്. ഷെൻട്രി ചാക്കയാണ് ആ ഒരു കിണർ മൂടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവം എല്ലാം നമ്മുടെ അഖിലിന്റെ മനസ്സിലിരിപ്പുണ്ട്. അഖിൽ പിന്നെ ബാക്കിയുള്ള കാര്യത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആരെയോടും മിണ്ടാൻ പറ്റുന്നില്ല, അവന്റെ സുഹൃത്തിനോടും മിണ്ടാൻ പറ്റുന്നില്ല. ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒടുവിൽ അവന്റെ കൂട്ടുകാരനോട് കാര്യം പറയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും പോയിട്ട് വിൻസിയോട് പറയുന്നുണ്ട്. വിൻസി നമ്മുടെ ഷെൻട്രി ചാക്കനോടും പറയുന്നുണ്ട്. അപ്പൊ അതിലിടക്ക് ഇവൻ ഈ കേസുമായിട്ട് വേറൊരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഷെൻട്രി ചാക്കോ, അതായത് ആ മറ്റേ മരിച്ചുപോയ പെൺകുട്ടിയുടെ കേസുമായിട്ട്. അപ്പൊ അവളുടെ ബോഡി ആയിരുന്നു കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു കിണറ്റിലോട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നത് വിവേക്. അങ്ങനെ ആ ഒരു കിണറ്റിൽ തന്നെയാണ് വിവേക് ഉണ്ട് എന്നുള്ളതും അവിടുന്ന് കണ്ടുപിടിക്കുകയാണ്. ആ ഒരു രസകരമായിട്ടാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കണ്ടുപിടിച്ചു, ആരാണ് കുറ്റവാളി എന്നുള്ളതും മനസ്സിലായി. മരുമോളെ ആദ്യം തന്നെ നമ്മളെ ഷെൻട്രിച്ചൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട്. പിന്നീട് വിവേകിന്റെ ഒരു കഥാപാത്രത്തെ ആരാണ് കൊന്നതെന്നുള്ളതും നമ്മുടെ ഷെൻട്രിച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അഖിൽ. അങ്ങനെ ഇവ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യണം. നമ്മളെ അഖിലിന് 17 വയസ്സായ കാരണം കൊണ്ട് ജുവനൽ ഹോമിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരെയും എന്താ പറയാ കേസും, അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ പഠിക്കാൻ വരുന്ന കുറച്ച് പിള്ളേര് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ആ ഒരു കേസും എല്ലാം മിക്സഡായിട്ട് നല്ല രസകരമായിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. കാണാനും നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല കോമഡിയും, ചെറിയ കോമഡി എന്ന് പറയുന്നത് ഒരുപാടല്ല, ചെറിയ രീതിയിലുള്ള കോമഡി, അതുപോലെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തുള്ളത്. അങ്ങനെ ഇവനെ ഈ പറഞ്ഞ പോലെ ജുവനൽ ഹോമിലാക്കിയിട്ട് ഒരു 6 മാസങ്ങൾക്ക് ശേഷം അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ജുവനൽ ഹോമിലോട്ട് നമ്മുടെ ഷെൻട്രി ചാക്കോയും പിന്നെ ബാക്കി പോലീസുകാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രസകരമായ ഒരു രീതിയിലാണ് ആ സിനിമ എടുത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരും ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു കഥ വെച്ച് നോക്കിയിട്ട് ബാക്കി എന്താന്നുള്ളത് അറിയാൻ നിങ്ങൾ ഈ സിനിമ കാണണം. സിനിമയുടെ പേര് സൂത്രവാക്യം എന്നാണ്. എന്തായാലും ഷുവറായിട്ട് നിങ്ങൾ ഈ സിനിമ കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടോളൂ. നല്ലൊരു മൂവിയാണ്. 2 മണിക്കൂറിന്റെ അടുത്താണ് ഈ സിനിമയുള്ളൂ. നല്ല രസകരമായിട്ടുള്ള ഒരു ത്രില്ലിംഗ് മൂവി തന്നെയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷം കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. ഇപ്പൊ ഓക്കെ, ബൈ.